Hello and welcome back to another video on daily use ചെറിയ sentences. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് സംഭാഷണത്തിൽ 3 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ചെറിയ സെന്റൻസുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. മേ ബി യുവർ റൈറ്റ്. ഈ വാചകത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം നോക്കുകയാണെങ്കിൽ മേ ബി വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. അതാണ് ഒരു ഫുൾ സെന്റൻസ്. മേ ബി വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. വാട്ട് യു സെഡ്, നീ പറഞ്ഞത്, ഈസ് റൈറ്റ്. മേ ബി, അപ്പോ ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് മേ ബി യുവർ റൈറ്റ് എന്ന് പറയുന്നത്. ആരും എന്നോട് പറഞ്ഞില്ല. നോബഡി ടോൾഡ് മീ. ഇവിടെ നമ്മൾ നോബഡി ടോൾഡ് മീ എന്ത് പറഞ്ഞില്ല എന്നത് ഇവിടെ ഓൾറെഡി നമുക്ക് സംസാരിക്കുന്ന ആളും നമുക്കും മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് നോബഡി ടോൾഡ് മീ. വേണമെങ്കിൽ നമ്മൾ നോബഡി ടോൾഡ് മീ ദാറ്റ്. എന്ത് പറഞ്ഞില്ല എന്നത് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല, കാരണം അത് ഓൾറെഡി ഈ സംസാരിക്കുന്ന രണ്ടുപേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദാറ്റ് ഒഴിവാക്കാം. ഇപ്പോ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കാണ്, നീ അത് അറിഞ്ഞില്ലേ? അപ്പൊ എനിക്ക് പറയാം നോബഡി ടോൾഡ് മീ. ഉറപ്പാക്കാനായി രണ്ടാമത് ഒന്നുകൂടി പരിശോധിക്കുക. ഇതിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു കബേർഡ് ലോക്ക് ചെയ്യാൻ ഒരാളോട് പറയാണ്, നമ്മുടെ കൊലീഗിന്റെ അടുത്ത്. അയാൾ പറയാണ് ലോക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഒന്നും കൂടെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് തന്നെയാണ് പ്ലീസ് ഡബിൾ ചെക്ക്. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പ്ലീസ് ഡബിൾ ചെക്ക് ഇഫ് ദ കബേർഡ് ഈസ് ലോക്ക്ഡ് പ്രോപ്പർലി. ആ ലോങ് സെന്റൻസിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് പ്ലീസ് ഡബിൾ ചെക്ക്. ഡബിൾ ചെക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ പരിശോധിക്കുക. ഇവിടെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാൻ പറയുന്നത് ആ കബേർഡ് ശരിക്കും ലോക്കായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കാൻ ആണ് പറയുന്നത്. നമുക്കിവിടെ പ്ലീസ് ഡബിൾ ചെക്ക് ഇറ്റ്, അതായത് കബേർഡിനെ ഇറ്റ്, പ്ലീസ് ഡബിൾ ചെക്ക് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പ്ലീസ് ഡബിൾ ചെക്ക് ഇഫ് ദ കബേർഡ് ഈസ് ലോക്ക് പ്രോപ്പർലി. അപ്പൊ ഇത്രയും ലോങ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ദ മീനിങ് ഈസ് വെരി ക്ലിയർ. പ്ലീസ് ഡബിൾ ചെക്ക്. എന്റെ പണി ഏതാണ്ട് തീരാറായി. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണ്ട് തീരാറായി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ചോദ്യമായിട്ട് വല്ലവരും ചോദിക്കുമ്പോൾ നിന്റെ പണി കഴിഞ്ഞോ, നിന്റെ ജോലി തീർന്നോ? അപ്പൊ ഐ എം ഓൾമോസ്റ്റ് ഡൺ. അപ്പൊ ഓൾമോസ്റ്റ് ഏതാണ്ട്, ഓക്കെ, ഐ എം ഓൾമോസ്റ്റ് ഡൺ. ഇതിന്റെ ലോങ് ഫോമിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ? ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. അതിനെയാണ് നമ്മൾ ഐ എം ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? Is this correct? ഇത് ശരിയാണ് എന്നതിനെ നമ്മൾ this is correct എന്നാണ് പറയുക, അല്ലെ? ഇതിനെ ഒരു ചോദ്യമാക്കി മാറ്റുമ്പോൾ is this correct എന്നാവും. അപ്പൊ ആ ഈസിന്റെയും ദിസിന്റെയും പൊസിഷൻ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോയിലെ സെന്റൻസുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ പറയുന്ന സംഭാഷണങ്ങളാണിത്. കൂടാതെ ഇത് നമ്മൾ ഇൻഫോർമൽ ആൻഡ് കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് യു. ഇതിനെ തന്നെ നമുക്ക് ഐ ബിലീവ് യു അതും പറയാം. ഓക്കെ, സോ ഐ ട്രസ്റ്റ് യു അല്ലെങ്കിൽ ഐ ബിലീവ് യു. ഞാൻ അതിന് മെനക്കെടില്ല. ഐ വുഡന്റ് ബോദർ. ബോദർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെനക്കേട് എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ അയാളോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണോ? അപ്പൊ ഞാൻ പറയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഐ വുഡന്റ് ബോദർ. നിങ്ങളുടെ സഹായം നന്ദിപൂർവം അംഗീകരിക്കുന്നു. അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. അപ്പോൾ ഒരാൾ നമ്മൾ
ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു നല്ലൊരു യൂസേജ് ആണ് അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. ഇതിന്റെ അർത്ഥം ഏതാണ്ട് താങ്ക് യു എന്ന പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും താങ്ക് യു എന്ന് പറയുന്നത് കുറച്ച് വളരെ ഷോർട്ടായി. നമ്മുടെ ഒരു കാഷ്വൽ ആയിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ താങ്ക് യു എന്ന് പറയാം. പക്ഷെ നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഈ അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതമായിരിക്കുക അവിടെ. അത് നിന്റെ തീരുമാനമാണ്. അത് നിന്റെ തീരുമാനമാണ്. ഇറ്റ്സ് യുവർ ഡെസിഷൻ. ഇറ്റ്സ് യുവർ ഡെസിഷൻ. ഡെസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. അതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. അതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. അതായത് കടന്ന് ചിന്തിക്കേണ്ട. ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്. ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്. ഓവർ തിങ്ക് പറഞ്ഞാൽ ആലോചിക്കുക. ഓവർ തിങ്ക് പറഞ്ഞാൽ കൂടുതൽ ആലോചിക്കുക അല്ലെങ്കിൽ കടന്ന് ചിന്തിക്കുക. അപ്പോൾ ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.